സച്ചിയും അർച്ചനയും രണ്ട് കുട്ടികൾക്ക് മാതാപിതാക്കളാകാൻ പോകുന്നു. എന്തൊരു സന്തോഷ വാർത്തയാണ്. ഇന്നത്തെ മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സന്തോഷകരമായ വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ സച്ചിക്കും അർച്ചനയ്ക്കും ഇരട്ട കുട്ടികൾ ജനിക്കുമെന്ന ഒരു പ്രവചനം. ഈ പ്രവചനം തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമാണ്. അതിന് സാക്ഷിയായി അമ്പലമണികളുമാണ് ഇന്ന് അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് സീരിയൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം പൊടിപൂരം തന്നെ നമ്മുടെ ധനുഷിനെ ഇട്ടാണ്. കാരണം അടുക്കളയിൽ കയറിയ കെട്ടിപ്പിടുത്തം നടത്തിയ ആളല്ലേ. അപ്പോൾ ഓണത്തിന് ശേഷമാണ് ധനുഷിനുള്ള പൂരങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ധനുഷിൻ്റെ പൂരം എന്ന് പറയുമ്പോൾ ധനുഷ് എന്താണ് മെല്ലെ പയ്യെ അടുക്കളയിലേക്ക് കയറി. ധനുഷ് എന്താണ് സ്നേഹം മാത്രമേ ഈ കണ്ണിൽ കണ്ടുള്ളൂ. ചുറ്റിന് നിൽക്കുന്ന ഞാൻ ഒന്നും കണ്ടില്ല സാറേ എന്ന് പറഞ്ഞിട്ട് സ്നേഹ കയറി എന്താണ് നന്നായിട്ട് ബാക്കിൽ കൂടെ പോയി കെട്ടിപ്പിടിക്കും. സ്നേഹ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ് എന്താണ് ജഗ്ഗിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോഴത്തേക്കും സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഞെട്ടി. എന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നതും ധനുഷിനെ കണ്ടതും എന്താണ് ധനുഷ് പറയുന്നത്, നീ എന്നെ കണ്ട് പേടിച്ചു പോയല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ പറയുവാണ് അങ്ങോട്ടേക്ക് നോക്കുന്നു എന്നിട്ട് നേരെ മീരേട്ടത്തെ നോക്കി കാണിക്കുക. ഈ പൊട്ടൻ ഇതൊന്നും മനസ്സിലായി എന്തുവാ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കുന്നപ്പോഴത്തേക്കും എന്താണ് പേടിച്ചു പോയി ധനുഷേ, ഇങ്ങനെയൊക്കെ കയറി വന്ന് എന്താണ് പേടിപ്പിക്കാനായിരുന്നാൽ പിന്നെ പേടിക്കാതിരിക്കുമോ എന്ന് മീരയുടെ ചോദിച്ചു. അത് ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ല, ആൻറ്റി ഇവിടെ നിൽക്കുന്ന കണ്ടില്ല. മീരയ്ക്കാണെങ്കിൽ അങ്ങ് കലി അങ്ങ് തുള്ളി. കാരണം ആൻറ്റീന്നോ ഇവൻ എന്തോ എന്നെ വിളിച്ചതിൻ്റെ മീര എന്താണെന്നറിയോ, മുടിയൊക്കെ അങ്ങ് ചീവി ഒരുമാതിരി അങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്കൊക്കെ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് പിരുത്തൊന്ന് ആക്കിയിട്ട് എന്താ പറയുക, തനിക്ക് എത്ര പ്രായമുണ്ടെന്നാ താൻ എന്നെ എന്തോ വിളിച്ചത്, താൻ ഇങ്ങനെയൊക്കെയാണോ അടുക്കളയിലേക്ക് കയറി വരുന്നത്, അപ്പം പേടിപ്പിക്കാനായിട്ട് വന്നതാണോ അതോ എന്നെ കണ്ടില്ലെങ്കിൽ പേടിപ്പിക്കാതെ പോകുന്നതാണോ അതോ ആളെ കണ്ടെന്നെങ്കിൽ ഇങ്ങനെ വന്ന് സ്നേഹയെ പേടിപ്പിക്കാൻ നിൽക്കത്തില്ല എന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഇവൻ്റെ ഭാഗത്ത് ഉത്തരവൊന്നുമില്ല. അല്ല ആൻറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. അല്ല താനിപ്പോൾ എന്നെ ശരി ആൻറ്റി എന്നൊക്കെ വിളിച്ചല്ലോ, തനിക്ക് എത്ര പ്രായമുണ്ടോ, താൻ അത്ര വലിയ തന്നെ മോന്ത കണ്ടറിയാലോ തനിക്ക് നല്ല പ്രായം ഉണ്ടെന്നുള്ള കാര്യം ഉണ്ട്. ധനുഷിൻ്റെ മുഖം തൊട്ട് നോക്കണം എത്ര പ്രായം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. എനിക്കത്ര പ്രായമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷ് അങ്ങ് എന്താണ് വല്ലാണ്ടായി പോവാണ്. സ്നേഹയാണെങ്കിൽ ഈ മീര പറയുന്നത് കേട്ടിട്ട് പ്രായം പറയുന്ന കേൾക്കുമ്പോൾ സ്നേഹയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സ്നേഹമാണെങ്കിൽ മുഖം വല്ലാത്തൊരു ഭാഗത്ത് വെച്ചിരിക്കുക. ഇപ്പോഴത്തേക്കൊന്നും നമ്മുടെ അച്ചു വന്നിട്ടില്ല. അപ്പം മീരയുടെ വക നല്ല ശരിക്കും ഇട്ട് ആദ്യത്തെ പൊടിപൂരം തുടങ്ങുവാണ്. താൻ എന്തായാലും എന്നെ ആൻറ്റി എന്നൊക്കെ വിളിച്ച് ചിരിക്കത്ത്. ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കാം, അപ്പം മരുമോൻ ഇപ്പം എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്, പേടിപ്പിക്കാനോ? എന്നെ കണ്ടില്ല എന്നെങ്കിൽ ഇത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പം കണ്ടത് കൊണ്ട് പേടിപ്പിക്കാതെ പോകുന്നതാണോ? അപ്പം എന്തിനാണ് ഇവിടെ വന്നത് മരുമോൻ? അത് ആൻറ്റി അത് ചേച്ചി ഞാൻ വെള്ളം എടുക്കാൻ വന്നതാണ്. എന്നിട്ട് വെള്ളം എടുത്തോ? എന്തിനാ വെള്ളം വേണമെങ്കിൽ അത് റൂമിൽ കിട്ടുമായിരുന്നല്ലോ, അതിന് ഇവിടെ തന്നെ വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അല്ല എനിക്ക് ദാഹിച്ചപ്പോൾ ഞാൻ ഇതുവഴി ഇങ്ങ് കീറി അങ്ങ് എടുത്തതാണേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താണ് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചു കയറി വരുന്നത്. എന്നിട്ട് മീര പറയുന്നുണ്ട് മേലെ തന്നെ ഈ ഭാഗത്ത് കണ്ടുപോലും എന്നിട്ട് മീര പറഞ്ഞു വിടാനായിട്ട് നിൽക്കുമ്പം ഇവൻ പോകാൻ വേണ്ടി തന്നെ നിൽക്കുവാണ്. അതായത് ഇവന് ഒന്നും പറയാനില്ല, വളിച്ച് നിൽക്കുവാണ്. നമ്മുടെ എന്താണ് സ്നേഹയ്ക്കാണെങ്കിൽ ഇതൊക്കെ പുറത്തറിയുന്നുള്ള പേടിയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചു കയറി വന്നിട്ട് ഇവനെ കണ്ടത്, താൻ ഇവിടെയോ? ഓ ഇന്ദു തന്നെ കൊണ്ടൊരു കഷ്ണമെന്നല്ലോ, ഒരു വീട്ടിൽ എവിടെയൊക്കെ തന്നെ കാണാൻ പാടില്ല അവിടെയൊക്കെ താൻ ഉണ്ടല്ലോ, തനിക്കൊരു ലൈസൻസ് ഇല്ലേ? വന്ന് തൻ്റെ സൗകര്യം അടുക്കളയിൽ വരെ ആയോ? ഓ എന്തൊരു കഷ്ടവാ, തന്നെ കാണുമുണ്ടല്ലോ. താൻ എന്തിനാ ഇപ്പം അടുക്കളയിലേക്ക് വന്നത്? അത് ഞാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ്. തനിക്ക് വെള്ളം വേണമെങ്കിൽ അതവിടെ പറഞ്ഞാൽ പോയി, റൂമിൽ കൊണ്ട് കിട്ടുമല്ലോ, അതിന് വേണ്ടി അടുക്കളയിൽ എന്തിനാണ് വരുന്നത്? ഉണ്ട് മീര പറയാം, അങ്ങനെ റൂമിലേക്ക് കിട്ടുവാണെങ്കിൽ വന്ന് പേടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് സ്നേഹമാണെങ്കിൽ അയ്യോ പറയലേ എന്ന് പറഞ്ഞിട്ട് ആക്ഷൻ കാണിക്കും. പക്ഷേ മീരയുടെ ഇതൊന്നും മനസ്സിലാക്കാതെ തന്നെ അർച്ചന എടുത്തങ്ങ് പറയുവാണ്. അപ്പോഴത്തേക്കും പേടിപ്പിക്കാനോ? ആരെ പേടിപ്പിക്കാൻ? അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്ന് പറയുമ്പോഴത്തേക്കും ഈ മീരയെ നോക്കി എന്താണെന്നറിയാം നന്നായിട്ട് മുഖം കറുപ്പിക്കുകയാണ് നമ്മുടെ ഈ സ്നേഹ. പക്ഷേ എന്താണ് ധനുഷിന് പറയാൻ ഉത്തരവൊന്നുമില്ല. തൻ്റെ കാര്യമുണ്ടല്ലോ, താനിപ്പം ഇങ്ങോട്ടേക്കൊന്നും വരാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടും താൻ എന്നിട്ട് ധനുഷിപ്പം വന്ന കാര്യം നടന്നില്ലേ, താൻ പോകുമെന്ന് പറയുമ്പോഴത്തേക്കും അപ്പം തനിക്ക് വെള്ളം കുടിക്കണ്ടേ? അത് ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്താൽ കുടിക്കുകയാണ്. അപ്പോഴത്തേക്ക് എന്താണ് അർച്ചന പോകാൻ നിയമത്തിൽ തനിക്ക് ഈ പുറകുവശത്തൂടെ വരാൻ മാത്രമേ അറിയത്തുള്ളൂ, ഈ മുൻവശത്തോടെ വന്നൊന്നും ശീലിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അല്ല ഇതുവഴി അടുക്കള വഴി പോകുന്ന എളുപ്പമായതുകൊണ്ടാ എന്ന് പറഞ്ഞിട്ട് തടി തപ്പാൻ നോക്കുമ്പോഴത്തേക്ക് അർച്ചന പറയാം, ഡോ താൻ നേരെ വഴി അങ്ങ് പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും തിരിച്ചെന്താണ് വളിച്ച് പോയ ധനുഷ് നേരെ വഴി കൂടെ തന്നെ പോകാൻ വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഡോസ് കിട്ടുമ്പം മീര ഇതിന് മുന്നേ ചോദിക്കുന്നുണ്ട്. ധനുഷിന് ഒരു വിചാരമുണ്ട്, ധനുഷ് ഭയങ്കര ബുദ്ധിമാനും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര മണ്ടന്മാരും എന്നുള്ളൊരു വിശ്വാസമാണ് ധനുഷിന്. പക്ഷേ ധനുഷേ എല്ലാവരും അത്ര മണ്ടന്മാരൊന്നും അല്ല, എല്ലാവരും അരിയാഹാരം തന്നെ കഴിക്കുന്നത്, തൻ്റെ വേലയൊക്കെ എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞും കൂടെയാണ് ധനുഷിനെ വിടുന്നത്. ധനുഷിന് പിന്നെ ഒന്നും പറയാനില്ല. ധനുഷ് ചമ്മി വളിച്ച് എന്താണ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോവാണ്. പിന്നെ കാണിക്കുന്നവിടെ അച്ചു എന്താണ്
അച്ചു റൂമിലേക്ക് ചെന്നിട്ട് ആ റൂമിൽ കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു വലിയൊരു വാൾ മിറർ ഉണ്ടല്ലോ, വാൾ മിറർ തന്നെ നല്ല നീളമുള്ള മിററുണ്ട്. ആ മിററിൻ്റെ മുന്നിൽ അച്ചു ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ആ മിററിൽ തന്നെ അച്ചുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. അച്ചു എന്തെന്നറിയാത്ത രീതിക്ക്, അതായത് സൗന്ദര്യം നോക്കി ആസ്വദിക്കുമല്ല, എന്നാൽ അച്ചു എന്താണ് ഒരു ദേഷ്യമോ അല്ല, ഒരു ഭാവത്തിൽ നോക്കി നിൽക്കുവാണ്. തനിക്ക് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിക്കുമ്പോഴാണ് സച്ചി ചോദിക്കുന്നത്, താൻ എന്താണോ ഈ നോക്കുന്നത് ചോദിക്കുമ്പോൾ, അല്ല സച്ചിയേട്ടാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്ന് ഞാൻ നോക്കിയതാ. അതെന്താണോ ഇപ്പോൾ താൻ അങ്ങനെ നോക്കാനായിട്ട്, താൻ ഇപ്പോൾ ഇരിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നതാ നല്ലത് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ല സച്ചിയേട്ടാ, ഞാൻ മാറണ്ടേ, കാരണം ചുറ്റിനുള്ള എല്ലാവരും തന്നെ മാറിത്തുടങ്ങി, അപ്പം പിന്നെ ഞാനും മാറണ്ടേ. താനീ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛനാ എന്ന് സച്ചി പറയുവാണ്. ഉടനെ സച്ചി നേരെ അങ്ങ് ബെഡിൽ ചെന്നിട്ട് സച്ചി പറയുവാണ്, തനിക്ക് ഞാൻ ഇന്നലെ തന്നെ എന്താണ് വഴക്ക് പറഞ്ഞതും താനുമായിട്ട് കൂടുതൽ മിണ്ടാൻ സഹകരിക്കാനും ഒന്നും വരാത്തതും എല്ലാം തനിക്ക് ഭയങ്കര വിഷമമായല്ലേ. അത് പിന്നെ അർച്ചന, ഒരു കാര്യം അറിയോ, എനിക്ക് എൻ്റെതായ കുറച്ച് സ്വകാര്യതകളുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കകത്ത് ഒരു കാര്യത്തിനകത്താകുമ്പോഴത്തേക്കും നമുക്ക് തമ്മിൽ ജസ്റ്റ് ഒരു വന്നതാണ്, അല്ലാതെ തന്നുമായിട്ട് എനിക്ക് ഒരുവിധ രീതിയിലുള്ള പിണക്കങ്ങളില്ല എന്ന് പറയുന്നു. ഉടനെ അച്ചു പറയുന്നത്, എനിക്കും ഉണ്ടല്ലോ സച്ചിയുടെ സ്വകാര്യതകളൊക്കെ, പക്ഷെ ഞാൻ അതൊന്നും വകവയ്ക്കാറില്ലോ. പക്ഷേ സച്ചിയുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ആതിരേനെ എന്താണ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനകത്ത്, വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നതിനകത്ത് എനിക്ക് ഒട്ടും താല്പര്യമില്ല സച്ചിയേട്ടാ. അവൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. എടോ, അത് പിന്നെ എന്തോ ചടങ്ങൊക്കെ ആണെന്നാണ് തൻ്റെ വീട്ടുകാർ പറയുന്നത്. അതുപോലെ ആതിരയ്ക്കും പോയി നിൽക്കാൻ തന്നെ താല്പര്യം. അവിടെ വീട്ടിലാണെങ്കിൽ തൻ്റെ വീട്ടിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് അനുപേട്ടനൊക്കെ ആണെങ്കിൽ ആതിര അവിടെ കൊണ്ട് നിർത്തണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. പിന്നെ എല്ലാവരും ആഗ്രഹിക്കും, നമ്മൾ എന്ത് പറയാൻ പറ്റും. ഞാൻ ഇന്നൊരു സച്ചിയേട്ടൻ്റെ വാക്കിനൊന്നും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല. സച്ചിയേട്ടൻ്റെ ആഗ്രഹം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അച്ചുവിൻ്റെ മനസ്സിനകത്ത് ഒരു ഗൂഢചിന്തയും എന്താ ഒരു അച്ചുവിനെ എന്തോ വിഷമിക്കുന്ന ഒരു അലട്ടുന്ന ഒരു ചിന്ത അച്ചുവിൻ്റെ മനസ്സിനകത്തുണ്ട്. അത് പക്ഷേ സച്ചിയോട് തുറന്ന് പറയാനുമല്ല. അച്ചു പറയുന്നുണ്ട്, സച്ചിയേട്ടന് ഒത്തിരി ടെൻഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിനിടയ്ക്ക് ഞാനും എൻ്റെ മനസ്സിൽ തോന്നുന്ന എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് സച്ചിയേട്ടൻ ടെൻഷനാക്കി. പലപ്പോഴും ഞാൻ ചിന്തിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല സച്ചിയേട്ടൻ എന്ന് പറയുമ്പോൾ, എടോ താൻ പറയുന്നതാണ് എപ്പോഴും ശരി, താൻ ശരിയാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണോ സച്ചിയേട്ടാ എന്ന് വന്നിട്ട് അച്ചു നോക്കുവാണ്. അപ്പോഴത്തേക്ക് അവർക്ക് തമ്മിലുള്ള പിണക്കമൊക്കെ നല്ല മഞ്ഞൊരുക്കുന്ന പോലെ ഒരുക്കി തീർത്തു. അവർ രണ്ട് ഒരു സ്നേഹമായി. അച്ചുവിനും സച്ചി വളരെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോഴത്തേക്ക് അച്ചുവിന് വളരെ സാറ്റിസ്ഫൈഡ് ആയി. അച്ചുവിൻ്റെ മനസ്സിന് സമാധാനമായി. അച്ചുവിൻ്റെ മുഖത്ത് എന്താണ് പഴയ പോലെ ചിരിയൊക്കെ വന്നു. സച്ചി പിന്നെ റൂമിൽ നിന്ന് സച്ചി പോയി അങ്ങോട്ടേക്ക് എന്തോ പുറത്തോട്ടേക്ക് പോയതാണ്. പിന്നെ അച്ചു അവിടെ തന്നെ നിന്ന് എന്താണ് സന്തോഷം നിറഞ്ഞ മുഖമായിട്ട് അച്ചു നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കാൻ നമ്മുടെ അവന്തിക ലോൺ ഏരിയക്കകത്ത്, അതായത് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നമ്മുടെ അവന്തിക്കുണ്ട്. കയ്യിൽ ഫോണുമായിട്ട് പുള്ളിക്കാരി ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്തിക്കുള്ള ഒരു ബോംബ് പൊട്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ എന്താണ് അവന്തിയുടെ ഏറ്റവും വലിയ പാര വിളിക്കുന്നത്. അവന്തിയുടെ പാര ആരാന്നല്ലയോ, നമ്മുടെ അജയ് ഘോഷന്. അജയ് ഘോഷ് വിളിച്ചത് എപ്പോഴാണ് ഈ കല്യാണം എന്നറിയാൻ താലിയൊക്കെ എന്താണ് കൈ പിടിച്ചുകൊണ്ട് വീഡിയോ കോളിനകത്താണ്. അപ്പോൾ ചേച്ചി എന്തോ കല്യാണ കാര്യങ്ങളൊക്കെ എല്ലാം വേണ്ടേ, എപ്പോഴാണ് കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും, അത് അജയ് നമുക്കൊന്ന് ഒരുക്കമൊക്കെ നടത്തണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക്, എന്തെന്ന് ഒരുക്കം, നമ്മൾ 3 പേരുള്ള കുടുംബമല്ലേ ഉള്ളത്, വേറെ കുടുംബക്കാരൊന്നും വിളിക്കുന്നില്ലോ, ഞാൻ പെണ്ണ് ചേച്ചി ഇത്രയൊക്കെ പോരെ, പിന്നെ എന്തിനാ ഇതിന് വലിയ ഒരുക്കമൊക്കെ, നമുക്കങ്ങ് എപ്പോഴാണെന്ന് വെച്ചാൽ നടത്തിയാൽ പോരെ, അല്ലാതെ എന്നെ പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ എന്തൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചേച്ചിയുടെ ഉടായ്പൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന് പറഞ്ഞ് അജയ് ഘോഷ് പറയുകയാണ്. അവന്തിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല, കാരണം ഇതെങ്ങനെ അനഘയോട് പറയുന്നു അറിയാൻ പറ്റാതിരിക്കുക. അടുത്ത എപ്പിസോഡിനകത്ത് അനഘയും അവന്തിയും തമ്മിൽ വലിയൊരു ക്ലാഷിനുള്ള സാധ്യത എല്ലാ തുടക്കവും വന്നിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഒരു പ്രോമോയും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇതിനകത്ത് അജയ് ഘോഷോടുള്ള വർത്തമാനം നടന്നുകൊണ്ടിരിക്കുവാണ്. അത് തന്നെ നല്ല ഫയറായിട്ടുണ്ട്. അവന്തിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അവന്തിക്ക് ഒഴിഞ്ഞു മാറാൻ വിടാൻ പറ്റാത്ത രീതിയിൽ കുരുക്കിനകത്ത് എന്താണ് ഘോഷൻ കുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അജയ് ഘോഷിൻ്റെ അടുത്ത് അവന്തിക പറയാൻ നോക്കുന്നുണ്ട്, കല്യാണം ആകുമ്പോൾ ഒരു ജ്യോത്സ്യനൊക്കെ നോക്കി സമയം നോക്കണ്ടേ, പറയുന്നുണ്ട് ഞാൻ താലി മേടിക്കുന്നുണ്ട് ചേച്ചി, ഞാൻ ഒരു ജ്യോത്സ്യനൊക്കെ കണ്ട് ഞാൻ സമയമൊക്കെ കുറിച്ചിട്ടുണ്ട്, ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണമല്ലേ, അതൊന്നും സാരമില്ല, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പിന്നെ അവന്തിക പറയാൻ നോക്കുവാണ്, എന്താണ് അങ്ങനെയൊന്നും അല്ലല്ലോ, കല്യാണ കാര്യത്തിനകത്തൊക്കെ ഒന്നും സാരമില്ല ചേച്ചി, നമുക്ക് കോടതി കൂടുന്നതിന് മുന്നേ നല്ലൊരു മുഹൂർത്തമുണ്ട്, അപ്പം തന്നെ നമുക്ക് ഈ കല്യാണം നടത്തിയേക്കണം. അവന്തിക്കാണെങ്കിൽ ഒഴിഞ്ഞു മാറാൻ പറ്റാത്തതിൻ്റെ ചൊറിച്ചിലും ദേഷ്യം എല്ലാം കൂടെ വയ്ക്കുമോ. അതേക്കുറിച്ച് പറയാം, ചേച്ചിയുടെ മനസ്സിൻ്റെ വിഷമം എനിക്കിപ്പോൾ മനസ്സിലായി, മുഖം കണ്ടിട്ട് പറയുവാണ്, അവന്തിയുടെ മുഖം കണ്ടിട്ട് പറയുന്നത്, ചേച്ചിക്ക് മനസ്സിൽ താല്പര്യം കാണും, എനിക്കിപ്പം സാമ്പത്തികമായിട്ട് വല്ലതും കാശൊന്ന് സഹായിക്കണമെന്നല്ലേ. അതൊന്നും ഇപ്പം വേണ്ട ചേച്ചി, അതിനൊക്കെ സമയം ഇപ്പം ഇനി കിടക്കുപോലെ, അന്നേരം അങ്ങ് തന്ന് സഹായിച്ചാൽ മതിയെന്നേ. ഇപ്പോഴത്തേക്ക് അതെല്ലാ കാര്യം ഈ അജയ് ഘോഷ് തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. താലിയൊക്കെ ചേച്ചി കണ്ടില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ താലിക്കൊക്കെ ഒരു ഉമ്മ കൊടുത്ത് ഫോൺ അങ്ങ് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് അവൻ മനസ്സിൽ എന്താണ്, നിന്നെ ഞാൻ എന്താണ് എൻ്റെ വരച്ച വരെ നിർത്തും തന്നെ മനസ്സിനകത്ത് ആഘോഷിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ഇവിടെ ആണെങ്കിൽ അവന്തിക്കാണെങ്കിൽ ഫോണും കൈയിൽ പിടിച്ച് കൈയോട് കൈ എന്താണ് ചേർത്ത് പിടിച്ച്, അയ്യോ ഇനി എന്ത് ചെയ്ത് എങ്ങനെ എന്താണ് അനഘയോട് പറയുന്നൊന്നും അറിയാൻ പറ്റാതെ, അതും ധനുഷും കൂടെ വീട്ടിലുള്ളപ്പോൾ ഒട്ടും പറയാൻ പറ്റത്തില്ല എന്നുള്ളതൊക്കെ ആലോചിച്ച് അവിടെ വിഷമിച്ചിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ എന്താണ് അവന്തിക എന്താണ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സന്ധ്യ വന്നിട്ടുണ്ട്. അപ്പോൾ സന്ധ്യ എടുത്ത് എന്താണ് അവന്തിക ഭയങ്കര എന്താണ് ഭയങ്കര ഹാസ്യമായിട്ടൊക്കെ എന്തോ എന്നെ നോക്കിയൊക്കെ തീർന്നോ എന്നൊക്കെ രീതിക്ക് അതൊക്കെ അവന്തിക ചോദിക്കുന്നുണ്ട്. സന്ധ്യ എന്താണ്
നല്ലപോലെ തന്നെ അങ്ങ് നോക്കിയേക്കണം കേട്ടോ എന്നൊക്കെ അവന്തിക പറയുമ്പോഴത്തേക്കും സന്ധ്യയ്ക്ക് അവളോട് പറയാനൊന്നുമില്ലാതെ ദേഷ്യവും കാര്യങ്ങളിനകത്ത് എന്താണ് നല്ലപോലൊക്കെ തന്നെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സന്ധ്യ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഉടനെ എന്താണ് നന്ദൻ പുറത്ത് നിൽപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുണ്ട്, അർച്ചനയും നിൽപ്പുണ്ട് പുറത്ത്. ഉടനെ അവന്തികയും കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് പുറത്തിറങ്ങി വരുവാണ്. പുറത്തിറങ്ങി വന്നിട്ട് അവന്തികയുടെ കൂടെ തന്നെ എന്താണ് ഈ സന്ധ്യ ഉണ്ട്. സന്ധ്യ ആദ്യം മുന്നേ വന്ന് സന്ധ്യ പറഞ്ഞ് ഞാൻ അവന്തികയെ നോക്കിക്കഴിഞ്ഞു, അവന്തികയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് സന്ധ്യ പറഞ്ഞു. നമ്മൾ അവന്തിക ചോദിക്കുകയാണ്, അതിൻ്റെ അർത്ഥം സന്ധ്യ പറഞ്ഞത് എനിക്കും നന്ദേട്ടനും ഇനി വേണമെങ്കിൽ ഒരു കുഞ്ഞാകാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര നാളത്തെ പറയുമ്പോഴത്തേക്കും എന്താണ് സന്ധ്യ ഒന്ന് കൊച്ചാക്കിക്കൊണ്ട് അവന്തിക ഒന്ന് അവന്തിക എന്താണ് അതുപോലെ തന്നെ നമ്മുടെ അച്ഛനെയൊക്കെ ഒന്ന് കൊച്ചാക്കിക്കൊണ്ട് സംസാരിക്കാനാണ് അവന്തിക ശ്രമിച്ചത്. അപ്പോൾ ഇത് കേട്ടിട്ട് അങ്ങ് നന്ദൻ അങ്ങ് വിറഞ്ഞ് തുള്ളി ചൊറിഞ്ഞ് നിൽക്കുവാണ്. കാരണം സച്ചി എടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവന്തികയെടുത്ത് എന്താണ് അവന്തികയുടെ ഈ പറച്ചിൽ കേട്ടിട്ട് നമ്മൾ സന്ധ്യയ്ക്ക് മനസ്സിലങ്ങ് ഭയങ്കര വിഷമമായി. അവന്തികയുടെ ആ ഒരു വർത്തമാനം കൊണ്ട് സന്ധ്യയ്ക്കും നമ്മുടെ എന്താണ് നന്ദനും തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കാൻ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണ് നമ്മുടെ സന്ധ്യയ്ക്ക് പറഞ്ഞല്ലോ നന്ദനോട് തനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോഴത്തേക്കും നന്ദൻ എന്താണ് അവന്തികയുടെ ഈ ഡയലോഗ് ആയിട്ട് പറയുക, ഇപ്പോഴത്തേക്ക് അതൊന്നും ആലോചിക്കേണ്ട, തൽക്കാലത്തേക്ക് നമുക്ക് കൊച്ചു വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യം എന്താണ് ആദ്യം പ്രസവിക്കട്ടെ, പിന്നെ അതിനുശേഷം നമ്മൾ അർച്ചനെ പ്രസവിക്കട്ടെ, അവരുടെ എല്ലാം കഴിഞ്ഞിട്ട് മതി. നേരെ തന്നെ അല്ല, നിനക്കൊരു കൊച്ചിനെ ജനിച്ചാലും അതിന് നോക്കാനുള്ള കെൽപ്പോ അതിനുള്ള അറിവോ കാര്യങ്ങളൊന്നും നിനക്കില്ല. അപ്പം എന്താണ് നിനക്ക് അതിനുള്ള രീതിയിൽ അമ്മ എന്ന രീതിയിലൊരു പക്വതയോടെ പെരുമാറാൻ നിനക്ക് അറിയത്തില്ല. ആദ്യം ഇവരൊക്കെ പ്രസവിക്കട്ടെ, അതിനുശേഷം മതി നിൻ്റെ കാര്യം ആലോചിക്കുന്നത് പറയുന്നത്. അത് കേട്ടും സന്ധ്യയുടെ മുഖം ഒട്ടും തെളിയുന്നില്ല. സന്ധ്യയുടെ മുഖത്തിലേക്ക് എന്താണ് നമ്മുടെ അച്ചു നേരെ അങ്ങാണ് നോക്കുന്നുണ്ട്. കാരണം എന്ത് സന്ധ്യയോട് പറയണമെന്ന് അറിയാത്തതുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് അച്ചുവിൻ്റെ അടുത്ത് ബായി പറഞ്ഞിട്ടങ്ങ് എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുവാന്നേന്ന് പറഞ്ഞിട്ട് സന്ധ്യ അങ്ങ് ഇറങ്ങുവാണ്. സന്ധ്യ ഇറങ്ങുന്നതിൻ്റെ പിറകെ തന്നെ അച്ചു പോയിട്ട് എന്താണ് സന്ധ്യ എന്ന് വിളിക്കുമ്പോഴത്തേക്കും എന്താണ് നന്ദേട്ടൻ സന്ധ്യയോട് എന്തോ സംസാരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദൻ വരുവാണ്. അപ്പം നന്ദൻ്റെ അടുത്ത് എന്താണ് സന്ധ്യ മുഖം ഒഴിഞ്ഞു മാറ്റി പോകാൻ വേണ്ടി തന്നെ പരിശ്രമിക്കുകയാണ്. ആ ശ്രമത്തിനകത്ത് എന്താണ് സന്ധ്യ തന്നെ നന്ദനത്ത് പറയുന്നു, ഈ ആതിരയുടെ കാര്യമാണെങ്കിൽ ഇനി 2 മാസം കഴിഞ്ഞിട്ട് വന്നാൽ മതി, അല്ലാതെ പ്രസവത്തിന് വേണ്ടി അങ്ങ് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ അവധിയുടെ കാര്യമാണെങ്കിൽ അവധിയുടെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇനി ഒരു കുഴപ്പമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സന്ധ്യ എന്താണ് നന്ദന് ഒട്ടും മുഖം കൊടുക്കാതെ നന്ദനുമായിട്ട് സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ നന്ദന് പറയാൻ എന്താണെന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ സന്ധ്യ അവിടെ നിന്ന് എന്താണ് ഒഴിഞ്ഞു മാറി പോവുകയാണ്. കാരണം സന്ധ്യയുടെ നമുക്ക് പിരികം കണ്ടാൽ അറിയാം സന്ധ്യയ്ക്ക് ആ ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം. സന്ധ്യ വന്ന പോലെ തന്നെ ബാഗും കൊണ്ട് തിരിച്ചു പോകുന്നു. നന്ദൻ അതെന്താണ് സങ്കടത്തോടു കൂടി തന്നെ നോക്കി നിൽക്കുകയാണ്. കാരണം നന്ദനും അന്ന് കള്ളു കുടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്ധ്യയെ പോലത്തെ ഒരു ഭാര്യയായിരുന്നു എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രണ്ടുപേരുടെ മനസ്സിലും പറയാൻ പറ്റാത്ത സ്നേഹമുണ്ട്. ഈ നടുക്ക് ഈ അവന്തി എന്നൊരു ആളില്ലെങ്കിൽ അവർ രണ്ടുപേരുടെ ജീവിതം ഒരു സ്മൂത്ത് ആയേനെ. പിന്നെ കാണിക്കുന്നതാണ് ഏറ്റവും രസകരമായ സീൻ്റെ ഏറ്റവും അടിപൊളി. നമ്മുടെ സച്ചിയും അച്ചും കൂടെ ചേർന്ന് രണ്ടുപേരും കൂടെ രാവിലെ അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല സൂപ്പർ ഗ്ലാമറായിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് അച്ചുവിൻ്റെ സാരി ആണെങ്കിൽ ബ്ലൂ കളർ സാരിക്കകത്ത് അച്ചുവിനെ കാണാൻ വളരെ നല്ല രസമുണ്ട്. ഇന്നുവരെ ആ ഒരു കോമ്പിനേഷൻ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ അവർ അമ്പലത്തിൽ കയറുമ്പം തന്നെ അവിടെ വാതിൽ, അതായത് നടവാതിലിൻ്റെ അവിടെ തന്നെ ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു എല്ലാം നോക്കുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്വാമി അവിടെ ഇരിപ്പുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് ഇവർ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നു. സച്ചിനെ എന്താണ് സച്ചി കണ്ണടച്ച് വയ്ക്കുന്ന പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് അച്ഛനെ സച്ചിനെ നോക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കുന്നത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് എന്താണ് അർച്ചന തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും ഒരു മായാജലം കൊണ്ട് ഒരു കുട്ടി ഉണ്ടായെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കും തന്നെ അവർ തിരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് അവർ പൂജയുടെ എല്ലാ സാധനം വെച്ച് തിരിച്ച് അവർ ഇറങ്ങുമ്പോഴത്തേക്കും ഇവരൊന്നും ചോദിക്കുന്നില്ല. ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുവാണ്. ആ ഇറങ്ങുമ്പം തന്നെ അവിടെ ഇരുന്ന് എല്ലാം നോക്കുന്ന ആ സ്വാമി എന്താണ് പറയുവാണ്, ഒന്ന് നിന്നേ. ഉടനെ ഇവരങ്ങ് നിൽക്കുവാണ്. എന്താണെന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോഴത്തേക്കും 2 പേർക്കും സന്താനങ്ങളില്ലാത്തതിന് സങ്കടമാണല്ലേ, അതിൻ്റെ ഒരു സങ്കടം നല്ലപോലെ മുഖത്ത് കാണാനുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അമ്പലത്തിലെ മണിയടിക്കുവാണ്. ഉടനെ സ്വാമി പറയുന്നത് ശുഭ സൂചന, ഉടൻ തന്നെ 2 പേർക്കും ആ സങ്കടങ്ങളൊക്കെ മാറി ഉടൻ തന്നെ നിങ്ങൾക്ക് ഒരു സന്താന പ്രാപ്തി ലഭിക്കും എന്ന് പറയുമ്പോൾ സച്ചിക്ക് അങ്ങ് ദേഷ്യം പറഞ്ഞു വരും. കാരണം സച്ചിയുടെ മനസ്സിൽ ഉടൻ തന്നെ പോകുന്നത് സന്ധ്യ പറഞ്ഞൊരു കാര്യം, എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടായി ഞാൻ തീർച്ചയായിട്ടും ചെയ്തേനെ, പക്ഷേ അർച്ചനയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു സ്കോപ്പും ഇല്ല, ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനിയുള്ള ചെറിയ ആ ഒരു പ്രതീക്ഷ മാത്രമല്ല, അതിലും എനിക്ക് ഒരു പോയിന്റ് മാത്രമേ എനിക്ക് ഹോപ്പ് പറയാൻ പറ്റത്തുള്ളൂ എന്ന് അന്ന് സന്ധ്യ പറഞ്ഞ കാര്യം ആ ഒരു രീതിയിൽ ഒരിക്കലും അച്ഛൻ എന്ന വിളി കേൾക്കാൻ പറ്റില്ല എന്നുള്ള ആ ദുഃഖവും ആ കേട്ടത് തന്നെ സച്ചി മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ പറഞ്ഞത് എല്ലാം മാറി ഉടൻ തന്നെ നിങ്ങൾ 2 പേരും ഒരു സന്താനത്തിൻ്റെ എന്താണ് അച്ഛനും അമ്മയായി മാറും, അച്ഛ അമ്മ എന്ന വിളി കേൾക്കാൻ ഉടൻ തന്നെ ഇടവരും എന്ന് പറയുമ്പോൾ വീണ്ടും അമ്പലത്തിലെ മണി അടിക്കുമോ. സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് അമ്പല നടയായിപ്പോയി, താൻ എവിടെ നിന്ന് പറയാൻ തുടങ്ങിയോടോ ഈ കല്ല് വെച്ച നുണയും കാര്യങ്ങളും. ഇതിന് മുന്നേ ഒരാൾ പറഞ്ഞത് ഇരട്ട കുട്ടികളുടെ അച്ഛനും അമ്മയാവുന്നു, സന്താനം ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് സച്ചിയോട് തനിക്ക് എന്താ വേണോടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇതാക്കി അമ്പല നടയായിപ്പോയി, അല്ലെങ്കിൽ തന്നെ ഉണ്ടല്ലോ തന്നെ പോലെയൊക്കെ ഈ കള്ള പറയുന്നത്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടി അർച്ചനാണെങ്കിൽ സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താണ് കൈ പിടിച്ചങ്ങ് വലിക്കുവാണ്. സച്ചിക്ക് അങ്ങ് ദേഷ്യം സഹിക്കാൻ വയ്യാതെ സച്ചി എന്ത് ചെയ്യുന്നത് വെച്ചാൽ അയാൾ വായിച്ചുകൊണ്ടിരുന്ന ആ ബുക്ക്, അതായത് ആ മഹാഭാരതമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആ പുസ്തകം എന്താണ് ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതം, രണ്ടിലേതെങ്കിലും ഒന്നാകും.
അതങ്ങനെ അങ്ങ് എന്താണ് സച്ചി അങ്ങ് അടച്ചങ്ങ് കൊടുക്കുവാണ്. അടച്ചു കൊടുത്തിട്ട് നേരെ എന്താണ് ആ വിളക്കുണ്ടല്ലോ, നിലവിളക്കിനകത്ത് കത്തിച്ചുകൊണ്ട് തിരിയുന്നല്ല, സച്ചി എന്താണ് കൈ കൊണ്ട് ഊതി അങ്ങ് കെടുത്തുവാണ്. എന്നിട്ടും ആ വ്യക്തിക്കൊരു ദേഷ്യം ഒരു കോപം ഒന്നും വരുന്നില്ല. ആ വ്യക്തിക്ക് എന്താണ് എന്താണ് അവരുടെ വികാരം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുന്നേ ഉള്ളൂ. ആ വ്യക്തി പറയുക, അല്ല നിങ്ങൾക്ക് ഉറപ്പായിട്ട് കുട്ടികൾ വരും, ഇത് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, എനിക്കിത് കാണിച്ചെന്നുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. തൻ്റെ ഓരോരോ കള്ളത്തരം, ഇതുപോലത്തെ എത്ര കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ, തനിക്ക് കാശ് വേണമെങ്കിൽ എന്ന് ചോദിച്ചാൽ പോലെ ഞാൻ കാശ് അല്ലാതെ തന്നെ തരും, ഇങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞ് കാശ് മേടിക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചിനാണെങ്കിൽ അർച്ചനെ പിടി വലിച്ചുകൊണ്ട് പോവുക. സച്ചിയുടെ വാന്ന് പറഞ്ഞാൽ തിരിച്ച് ഒരു അമ്പലത്തിൻ്റെ പുറത്തിറങ്ങി ആ ഒരു ഭാഗം എത്തുമ്പം ആ എഴി പോലത്തെ ഗേറ്റിൻ്റെ ഭാഗത്തു നിന്ന് ആ പ്രവചനം പറയുന്ന ആളും എന്താണ് അർച്ചനെ മുഖത്തോട് മുഖം നോക്കുന്നു. അയാൾ അർച്ചനെ നോക്കിയിട്ട് ഒരു നിസ്സഹായനായി ചിരിക്കുന്നു. എനിക്ക് മനസ്സിലായി കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിലാണ്, സാരമില്ല മോളെ എന്ന രീതിക്കകത്ത് അയാൾ നോക്കുന്നു. അതിനുശേഷം ഈ വ്യക്തി എന്താണ് നേരെ വന്ന് അമ്പലത്തിനകത്ത് ഈ വ്യക്തിയും പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്തിനാണാവോ ഇങ്ങനത്തെ ഒരു സൂചന കാണിച്ചത്, അവർക്ക് സന്താനം കിട്ടുമെന്ന് നിങ്ങൾ സൂചന കാണിച്ചു തന്നാന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ശിവൻ്റെ വിഗ്രഹത്തിന് മുന്നേ അങ്ങ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇത് സത്യമാണെന്ന്, ഞാൻ പറഞ്ഞ എൻ്റെ വാക്ക് സത്യമാണെന്ന് അവരെ ഉടൻ തന്നെ തെളിയിച്ച് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം വീണ്ടും എന്താണ് എല്ലാ മണികളും എന്താണ് അമ്പലത്തിനകത്ത് മുഴങ്ങുവാണ്. അപ്പോൾ ഇവർക്കൊരു സന്താന പ്രാപ്തി ഉറപ്പായി തന്നെ ലഭിക്കാൻ പോകുന്നുള്ളതിൻ്റെ ഒരു വാർത്തയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവന്തിക്ക് അവിടെ പിന്നെ നിക്കക്കളി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ തലയ്ക്ക് പ്രാന്ത് പിടിച്ചാലും പിടിക്കും. അപ്പം സൂപ്പറായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ ഇനി അപ്കമിങ് ആണ് ഇനിയുള്ള എപ്പിസോഡ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തിക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ കോൾ ആരാന്ന് കാണിക്കുന്നില്ല. അത് കണ്ടത് അവനിക്ക് ടെൻഷനാണ്. മിക്കവാറും നമ്മുടെ അജയ് ഘോഷ് തന്നെ ആവും. ഇനിയുള്ള എപ്പിസോഡിനകത്ത് അജയ് ഘോഷിൻ്റെ വിളയാട്ടമാവും. ചിലപ്പോൾ നെല്ലിശ്ശേരി വരെ കയറി വന്നിരിക്കും. അവധിയുടെ കള്ളത്തരങ്ങൾ ധനുഷും അജയ് ഘോഷും എല്ലാ ഘോഷും കൂടെ ആകുമ്പോഴത്തേക്കും വഴിയാവാനാണ് സാധ്യത. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കും. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്ത എപ്പിസോഡൊക്കെ കാണാൻ ആരും മറക്കല്ല്. അപ്ഡേറ്റുകൾ ഉടൻ വരുന്നുണ്ട്. താങ്ക് യു.